ചപ്പാത്ത് കരിങ്കുളം LP സ്കൂളിന് സമീപത്തെ സ്വകാര്യ വ്യക്തികളുടെ പുരയിടത്തിൽ കൂടി കടന്നുപോകുന്ന വൈദ്യുതി ലൈൻ അപകട ഭീഷണി ഉയർത്തുന്നു. കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് 20 മീറ്റർ സമീപത്ത് കൂടിയാണ് അപകടകരമായ വൈദ്യുതി ലൈൻ മരങ്ങൾക്ക് നടുവിലൂടെ കടന്നുപോകുന്നത്. മരമൊടിഞ്ഞ 11 kV ലൈനിൽ വീണാൽ സ്കൂളിലേക്കുള്ള LT ലൈൻ തകരും. ഇത് കുട്ടികളുടെ ജീവനും ഭീഷണിയാണ്. ചപ്പാത്ത് മരുതുംപേട്ടയിൽ പ്രവർത്തിക്കുന്ന കരിങ്കുളം LP സ്കൂളിന് സമീപത്തെ സ്വകാര്യ തോട്ടമുടമയുടെ എസ്റ്റേറ്റിലൂടെയാണ് 11 kV ലൈൻ കടന്നു പോകുന്നത്. ഈ പോസ്റ്റിൽ നിന്നുമാണ് സ്കൂളിലേക്കുള്ള LT ലൈൻ വലിച്ചിരിക്കുന്നത്. 11 kV ലൈൻ സ്വകാര്യ വ്യക്തിയുടെ എസ്റ്റേറ്റിലൂടെ മരങ്ങൾക്കിടയിലൂടെയാണ് കടന്നു പോകുന്നത്. പോസ്റ്റുകളുടെ ചുവട്ടിൽ മണ്ണില്ലാതെ ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. മരങ്ങൾ വെട്ടി നീക്കാൻ തോട്ടമുടമ സന്നദ്ധമാണ്. എന്നാൽ വൻ മരങ്ങൾ വെട്ടുമ്പോൾ പോസ്റ്റുകൾ തകർന്നു വീഴും. അതിനാൽ പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് വൈദ്യുത വകുപ്പിൽ അപേക്ഷ നൽകി. 35,000 രൂപ അടയ്ക്കാൻ വൈദ്യുതി വകുപ്പ് തോട്ട ഉടമയ്ക്ക് എസ്റ്റിമേറ്റ് നൽകി. ഇതോടെ തോട്ട ഉടമ പിൻവാങ്ങുകയും ചെയ്തു. പ്രദേശത്തെ അപകടാവസ്ഥ കൂടുകയും ചെയ്തു. സമീപത്തുള്ള സ്വകാര്യ മാനേജ്മെന്റിന്റെ വസ്തുവിൽ നിൽക്കുന്ന ഒന്നിലേറെ മരങ്ങൾ, അതുകൊണ്ട് 5ഓളം മരങ്ങൾ സ്കൂളിനും അപകട ഭീഷണിയായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. മുൻപ് പലതവണ നമ്മൾ KSEBിക്കും ഒക്കെ നിവേദനങ്ങൾ നൽകിയിരുന്നു. ഏറ്റവും ഒടുവിൽ നവകേരള സദസ്സിൽ നിവേദനം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ KSEBിയിൽ നിന്ന് ഉദ്യോഗസ്ഥർ വന്ന് ഇവിടെ എസ്റ്റിമേറ്റൊക്കെ എടുത്ത് 11 kV ലൈൻ ആയതുകൊണ്ട് പണം അടച്ചാലേ ലൈൻ അഴിച്ചു മാറ്റാൻ കഴിയൂ എന്ന നിലപാടിലായിരുന്നു KSEB. എന്നാൽ മാനേജ്മെൻറ്റ് മരം വെട്ടാൻ തയ്യാറായിരുന്നു. അവർ മരം വെട്ടാനുള്ള സംവിധാനമൊക്കെ ആയി തൊഴിലാളികളെയൊക്കെ ഇവിടെ കൊണ്ടുവന്നതുമാണ്. എന്നാൽ പണം ആരടയ്ക്കും എന്നുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ മരം മുറിക്കാൻ കഴിയാതെ പോയി. മരം 11 kV ലൈനിൽ വീണാൽ LT ലൈനിൽ തകരും. ഇത് കുട്ടികളുടെ ജീവനും ഭീഷണിയാണ്. KSEBിയിലും നവകേരള സദസ്സിലെല്ലാം കൊടുത്തിരുന്നു. അപ്പോൾ അതിലൊക്കെ അവർ ആദ്യം 37,000 പറഞ്ഞു, പിന്നെ 25 പറഞ്ഞു. അപ്പോൾ ഈ മരം സ്കൂളിന് വളരെ ഭീഷണിയാണ്. കൂടാതെ 11 kV അതിലപ്പോൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇത് യാദൃശ്യവശാൽ പൊട്ടി വീണാൽ വലിയൊരു അപകടമാണ് മുന്നിൽ കാണുന്നത്. സ്കൂൾ പറ്റിയ പഞ്ചായത്തിൽ ലൈനുകൾ മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് റിക്വസ്റ്റ് നൽകിയിട്ടുണ്ട്. എന്നാൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ കൂടി കടന്നു പോകുന്ന 11 kV ലൈൻ മാറ്റി സ്ഥാപിക്കാൻ പഞ്ചായത്തിന് നിയമം അനുവദിക്കുന്നില്ല. കുട്ടികളുടെ ജീവന് ഭീഷണിയായതിനാൽ അടിയന്തര പ്രാധാന്യം നൽകിക്കൊണ്ട് പോസ്റ്റുകൾ വൈദ്യുതി വകുപ്പ് മാറ്റി സ്ഥാപിക്കണമെന്നാണ് PTA യുടെയും നാട്ടുകാരുടെയും ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.